ഹായ് കൂട്ടുകാരെ, ഇന്ന് ചോദ്യദിനമാണ്. എല്ലാവർക്കും ചോദ്യദിന ആശംസകൾ. നമ്മൾ പൂക്കളിടാനുള്ള ഒരുക്കത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ വൈകുന്നേരം പറിച്ച പൂവാണ്. അത് നമ്മളിന്ന് ഇതിനകത്ത് പൂക്കളത്തിലിടാനാണ്. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി പൊന്നു ഇന്നലെ മേലായിരുന്നു. അതുകൊണ്ട് പൊന്നു 1:30 ഉറങ്ങിയപ്പം അതുകൊണ്ട് രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, അമ്മച്ചായിരുന്നു ഇന്ന് കുക്കിങ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തതിൽ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ഇതിൻ്റെ പുറകെ വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൂ ഇതിപ്പോൾ ഒരു കളറ് വേണം, 2 കളറാക്കാം, മഞ്ഞ ഒരു ഓറഞ്ച്. അപ്പോൾ നമ്മൾ ഒരു കളർ കൂടി നമ്മൾ കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പം അത് താഴെ പോയി വയ്ക്കാം, ഇതിവിടെ വെക്കാം. ബാ, തേക്കലയിലാണ് നമ്മളിന്ന് പൂ പറിക്കുന്നത്. നടത്താവളെ എന്നാ ഇത് പിടിച്ചോ. മുക്കുറ്റി പറിക്കണം, പൂ പറിക്കണം, ശംഖുപുഷ്പം പറിക്കണം, പിന്നെ വെള്ളപ്പൂവും പറിക്കാം കേട്ടോ. നമുക്ക് ആദ്യം വെള്ളപ്പൂ പറിക്കാം. വെള്ളപ്പൂ എത്ര ഉണ്ട് നോക്കാം. തുറന്നു പിടിക്കും. ആ പുഴുവാണ്. എടുത്തില്ലേ അപ്പൊ ആകെ ഇച്ചിരി വീഡിയോ കേടാ, അതുകൊണ്ട് അപ്പൊ ഓണപ്പാട്ട് പഠിക്കുക. ഒരു ഓണപ്പാട്ട് പാട് ഒന്നു. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, പൊന്നു ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരൂ നീ വീട്ടിൽ. അങ്ങനെ സന്ധ്യ വരും നേരം ഉണ്ണി പന്ത് കളിക്കാം. ഇത്ര ഉള്ളോ പൂ? വെള്ളപ്പൂ അങ്ങനെ തീർന്നു പോയി, ഇത്രയേ ഉള്ളൂ. നമുക്ക് ശംഖുപുഷ്പം പറിക്കണം. കസാര എടുത്തോണ്ട് വരാം. ഇത് പിടിച്ച ഒരു അപ്പനും മോളിൽ ഇത് പിടിച്ച അവള് നിലത്ത് നിർത്തിച്ചാ മേളിൽ നിർത്തത്തില്ലായിരിക്കും. ഇങ്ങനെ അല്ലടി, ഇങ്ങനെ ഇങ്ങനെ ആ പുഴു കൊണ്ടിച്ചാ നോക്കിക്കോണ. ആ പോയി താഴെ പെറുക്കിയെടുക്കൂ. അപ്പനും മോളും താഴെ നിന്ന് പെറുക്കിയെടുക്കും. വട്ടേല ഇല്ല, അല്ലെ വട്ടേല കുറച്ചത്. ബാ നമുക്ക് മുക്കൂറ്റി. അയ്യോ ഇതങ്ങനെ വാടിപ്പോയി. ഏത് മാട്ട്? ആകെ ഒരെണ്ണേ ഉള്ളു. നമുക്ക് മുക്കുറ്റി വാടിപ്പോയി കേട്ടോ. നമ്മുടെ മുക്കുറ്റി ഇതെവിടുന്നായിരുന്നു മുക്കുറ്റി പറിച്ചോണ്ട് വന്നത്? വാടിപ്പോയ വെള്ളം ഇല്ല. ഞാൻ ഇത് പിടിച്ചോ. എടി പൊന്നെ, അത് കളയാതെ. ഇത് മതി, ഇത് മതി, നാളെ അത് പറിക്കാം. വെള്ളം കൊണ്ട് അതിനകത്ത് ഒഴിക്കാം. പൊന്നൂരെ കൊടുത്തിട്ടുണ്ട്. കുറ്റി എന്ത് ചെയ്തിട്ട് താണ്ട് നിലത്ത് വെക്കുന്നു. ബാ അപ്പൊ നമ്മള് പറിച്ചു. ഇനി നമ്മൾ മേളി ശംഖുപുഷ്പം നിൽക്കുന്നുണ്ട്, അതും കൂടിയും പറിക്കാം. ബാ, ഇത് നമ്മളെ പൂക്കളിടാൻ നമ്മൾ ആരംഭിക്കുകയാണ്. പൊന്നൂനെ എടുക്കടാ. പൊന്നു ആടി, അവള് വീഡിയോ എടുക്കണം. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടി. അവളില്ല, വാ അവിടെ നിർത്തും. ഇപ്പം എത്ര ദിവസം നമുക്ക് ശംഖുപുഷ്പം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. കാരണം ശംഖുപുഷ്പത്തിന്റെ എക്സ്പയറി ഡേറ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്.
അവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ പൊന്നു എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കണ? പൊന്നു എന്റെ പിന്നാരെ നമ്മളിത് മാറ്റി വെക്കാം. പൊന്നു എല്ലാം എടുത്തിരുന്ന നമുക്ക് പൊന്നു ഇന്ന് അലമ്പാണ്. പൂക്കളലമ്പുവാ. ഇടുവാ വെള്ളപ്പൂ പിടിച്ച കൊണ്ടുകൂടെ പൊന്നുമായി പൂ പറിച്ചിട്ട് വച്ചല്ലേ. അതുകൊണ്ട് അവിടെ പോയിരുന്ന് ഇറുക്ക്. പൂ ചെറുതായിട്ട് ഇറുക്ക്. അതിലേ കൂടെ എന്റെ പൊന്നെ പൂക്കാത്തിന് നടുക്കൂടെയാണോ നീ പൊന്നി പോണത്? മുക്കുറ്റിയൊക്കെ ചതച്ചും ഇങ്ങോട്ട് വരില്ല. അങ്ങോട്ട് പോ. അവിടെ പോ. മാറി എടുക്കൂ. ബാബാ പൂക്കളിടാം. മഴക്കാളിയാ. നാളെ തൊട്ട് നിന്നെ പൂക്കളിടാൻ കൂപ്പില്ല കണ്ടോ. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇടും കണ്ടോ. രാവിലെ ഏറ്റ് എന്റെ മോന് പൂക്കളിടുന്ന എടുക്കടാ. കണ്ടോ എന്റെ കൊച്ചു പൂക്കളിടുന്ന കണ്ടോ. ശംഖുപുഷ്പം കണ്ണെറിയുമ്പോ ശകുന്തളേ നിന്നെ ഉള്ളും വെക്കാൻ പറ്റിയില്ല. കുറച്ച് അകത്തേക്ക് വെച്ചാൽ മതി. കൊണ്ടതേ ഇപ്പോൾ ചവിട്ടി തേച്ചിട്ടേക്കുന്നു. മാറി പിടിച്ചോ. തട്ടല് വീഡിയോ എടുക്കല്ലോ കേട്ടോടാ. അപ്പൊ നമ്മുടെ ചോദ്യ ദിനത്തിലെ പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൂക്കൾ ആരാ ഇട്ട? പൊന്നു ഇട്ട പൂക്കളാണ്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അവിടെ പൊന്നു നോക്ക്. ഫോട്ടോ എടുത്ത് നോക്കി അവരെ നോക്കടി. ഫോട്ടോ എടുക്കടി. അപ്പൊ നമ്മൾ ഇന്ന് ചോദ്യ ദിനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ പൂക്കളൊക്കെ റെഡിയായി പോയി, കുറെയൊക്കെ കളഞ്ഞു. അപ്പൊ നമ്മൾക്ക് ഇന്ന് എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. അത് കാരണം താമസിച്ചു. കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പൊന്നു എഴുന്നേറ്റ് വരാൻ. പൊന്നു എഴുന്നേറ്റപ്പോൾ തന്നെ 10 മണിയായി. പൊന്നുവിനെ വെച്ച് നമ്മൾ പൂക്കൾ ഒരുക്കണ കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവണത്. അല്ലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെച്ചാൽ മതി. പക്ഷെ പൊന്നും കൂടെ ഉണ്ടല്ലേ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവളുടെ ഓണല്ലേ. പിന്നെ പിള്ളേർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് ആരാണ് പൂക്കളം ഇടാനത് ഒന്നുമില്ല. എല്ലാവരും ബിസി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണ ആൾക്കാരാണ്. പൂക്കളം ഇല്ല, ഒന്നുമില്ല. അപ്പം നമ്മളുള്ളപ്പം നമ്മൾ പിള്ളേർ അതിലോട്ട് ഇൻവോൾവ് ചെയ്യിക്കാന്നുള്ളതാണ് നമ്മുടെ കടമ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ച് നമ്മളെല്ലാം പൂ പറിക്കാൻ പോകുന്നതും പൂക്കളിടുന്നതും. കാരണം ഇനി അങ്ങോട്ടുള്ള ചിലപ്പോൾ കാലത്ത് പുതിയ തലമുറയ്ക്കൊന്നും ഇതിനെപ്പറ്റിയുള്ള ഒരു രീതിയിലുള്ള അറിവോ എക്സ്പീരിയൻസോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇതിലെല്ലാം ഉൾപ്പെടുത്തി ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ പ്രായത്തിൽ കുറച്ചും കൂടെ ഒക്കെ ആവണം ഓർമ്മയൊക്കെ വരണം, നിൽക്കണമെങ്കിൽ. എന്നാലും
പറഞ്ഞു കൊടുക്കാതെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യിപ്പിക്കണത് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഓണക്കാലം സന്തോഷത്തോടുകൂടി എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി കൂടാൻ ഒരുപാട് പേര് ഓണം ആഘോഷിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് പേര് കാണും. എങ്കിൽ പോലും നമ്മൾ മലയാളികളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയണത്. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ടായാലും പലരും ഓണം ആഘോഷിക്കുന്നവരാണ് ഇന്ന് ഉള്ളത് സമൂഹത്തിൽ. അപ്പം നമ്മൾ പൊന്നുവിൻ്റെ ഓണക്കോടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ വരും. ഓണത്തിൻ്റെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും. അതൊരു ഉത്രാടത്തിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓണക്കോടികളൊക്കെ എടുക്കുന്നത് പൊന്നുവിന് എനിക്ക് ചാനും പിന്നെ വീട്ടിലെ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒന്ന് വീഴാൻ പോയി പിടിക്കാൻ പോയതാ. എന്താ ഇവളിവിടെ തുണി വിരിച്ചിടുന്നതിനായി ചാൻ തുണി വിരിച്ചിടുന്നതിന് അവളും തുണി വിരിക്കും. അവള് ഭയങ്കര പണിയെടുപ്പുകാരിയാണ്. ഉടുപ്പൊന്നും ഇട്ടാതാണ് ഒരാൾ ഇവിടെ നിൽക്കുന്നത്. പനിയാന്ന്, എല്ലാവർക്കും പനിയാണ്.